ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായി ഇങ്ങനെ പോണു. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുള്ള വിശേഷങ്ങളാട്ടോ. ഞാനിക്ക മാത്രമേ ഉള്ളൂ. ഇക്ക ഇന്ന് കച്ചവടത്തിന് പോയിട്ടില്ല. ഇന്ന് എൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിക്ക മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. അങ്ങനെ അപ്പോൾ ചോറൊക്കെ ഊറ്റിയാണ്. അപ്പോൾ ചോറ് നേരത്തെ വെക്കൂട്ടാ. എൻ്റെ മോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചായക്ക് വെള്ളം വെക്കണതിൻ്റെ ഒപ്പം ഞാൻ ചോറിന് വെള്ളം വെക്കൂട്ടാ. അപ്പോൾ ചോറ് വെന്തു, നല്ല വേവ് കൂടിയ അരിയാട്ടോ. കുറേ നേരം ഇട്ടാലാണ് ഇത് വേവുള്ളൂ. അപ്പോൾ ഞാനിത് ഊറ്റുന്നത് സമയം 10-11 മണിയൊക്കെ 11 മണി ആവാറായിട്ട് ഇട്ട് ഊറ്റുമ്പോൾ. എന്നാലും ഇതേപോലെ വെന്തിട്ടൊന്നുമില്ല ശരിക്ക്. അങ്ങനത്തെ ഒരു അരിയായിപ്പോയി. അപ്പോൾ ചോറൂറ്റിലൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ബീഫ് ഇന്നും വാങ്ങി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇക്കാട് കൂട്ടുകാരൻ്റെ കൂടെ ഇന്ന് ഓട്ടുപാറ പോയി. അപ്പോൾ ആൾ ഗൾഫിൽ പോകാത്തത്, ഇക്കാട് കൂട്ടുകാരൻ. അപ്പോൾ ബീഫ് മേടിച്ച് വെച്ചിട്ടൊക്കെ കൊണ്ടുപോകുമല്ലോ. അപ്പോൾ ഒന്ന് ഇക്കായും വാങ്ങി ഒരു ലേശം 2 കിലോ ഇറച്ചി മേടിച്ചു. ഉപ്പാക്കും കുറച്ച് കൊടുത്തു. അപ്പോൾ അതിലേക്ക് കായല്ലേ, നേന്ത്രക്കായ, അതൊക്കെ ഇട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. കായ നന്നാക്കാട്ടോ. അപ്പോൾ ഇക്കാക്ക് കായ നന്നാക്കാൻ അറിയണില്ല. അത് എങ്ങനെ നന്നാക്കുക എന്ന് അറിയണില്ല. അപ്പോൾ ഇക്ക പറയാതെ ഈ നന്നാക്കിക്കോ പറയുകയാണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് ചോദിക്കണത് എന്താ അറിയോ, വൈകുന്നേരത്തിനുള്ള അരിയും കൂടി ഇട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടുണ്ട് പറഞ്ഞു. എന്താ വെച്ചെങ്കിലേ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യായിട്ട് ഉണ്ടാക്കാൻ, എനിക്ക് തേക്കലും എല്ലാം കൂടിയിട്ട് കുട്ടികളുടെ യൂണിഫോം തേക്കണം, പിന്നെ ഉച്ചയിന്നത്തെ കുറേ പണികളുണ്ട്. അതിൻ്റെ ഇടയിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയട്ടെ. ഞാൻ എനിക്ക് ദേഷ്യം വന്നു. ഇനി മതി, വേണ്ടക്ക് ചപ്പാത്തി വേണ്ട, ചോറ് തന്നെ മതി എന്നാണ് പറയണത്. ഇനി മിണ്ടാണ്ടെന്തോ ഞാൻ അതുമ്മ കയറുള്ളേ. അപ്പോൾ മിണ്ടാണ്ടിരിക്കാൻ പറയണേ. അപ്പോൾ ഞാൻ കായൊക്കെ നന്നാക്കി വെച്ചിട്ട് വെള്ളം വന്നിട്ടുണ്ടല്ലോ. വെള്ളം വന്നപ്പോൾ തിരുമ്പിയിട്ടു. അപ്പോൾ ഞാൻ മുറ്റടിച്ച് തരികയാണ്. മുറ്റം ഇന്ന് കാലത്ത് തന്നെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ നല്ല മഴയൊക്കെ പെയ്തു. മുറ്റടിക്കാൻ അത്രയധികം കരടൊന്നുമില്ല, എന്നാലും ഇന്ന് കോറിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അപ്പോൾ ഇന്ന് മുറ്റടിച്ച് തരാം കേട്ടോ. തിരുമ്പിയിട്ട് കുറച്ചൊക്കെ ഞാൻ തോരട്ടേക്കണം പുറത്ത്. ഇനി മുകളിൽ കൊണ്ടുപോയിടാൻ ഒരു ബക്കറ്റ് നിറച്ച് ഞാൻ ബക്കറ്റ് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് മുകളിൽ തോരയിടുള്ളൂ. മുകളിൽ നിന്ന് തൂണോട് എടുക്കാനുണ്ട്, മടക്കിക്കാൻ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ തൂണോളൊന്നും അങ്ങനെ ഉണങ്ങി കിട്ടണില്ല. ഈ മൂടി കെട്ടി നിൽക്കുക. ശരിക്കും വെച്ചാൽ മഴ പെയ്യണമില്ല, ശരിക്കും വെയിൽ തെറിക്കണമില്ല. വരിക, എത്തിച്ച് വെക്കുക, പോവുക. അങ്ങനെയാണ് ഇപ്പോൾ വെയിലിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മളതിനിട്ട് കളിയാക്കല്ലേ. തുണോളം അത് വെയിൽ കണ്ടിട്ട് നമ്മൾ വേഗം പോയിട്ട് തുണോള് ഇടും. അത് കഴിഞ്ഞാൽ മഴക്കാർ കണ്ട വേഗം പോയിട്ട് എടുക്കും. ഇതാണ് പണി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബാത്റൂമൊക്കെ കഴുകി ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിങ്ങനെ തോർത്തുമുണ്ട് കഴുകണം, അടുപ്പം തറ തുടയ്ക്കണം, തുണിയൊക്കെ ഒന്ന് തല്ലി തിരുമ്പൂട്ടെ ഞാൻ. എന്നാലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവും. അങ്ങനെ തോർത്തുമുണ്ടൊക്കെ തിരുമ്പാട്ടോ. കുറേ ദിവസമായില്ലേ, എൻ്റെ കുറേ അല്ല കുറച്ച് ദിവസമായില്ലേ ഞാൻ തിരുമ്പണൊക്കെ കണ്ടിട്ട്, എൻ്റെ കുഞ്ഞി കല്ലുമ്മ. അപ്പോൾ നല്ല തിരുമ്പലാട്ടാ. ഇക്ക അവിടെ നല്ല പണിയിലാണെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ സബോള, തക്കാളി ഒക്കെ നന്നാക്കി തരുന്നുണ്ടാ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് തരുന്നുണ്ട്. നല്ല ഹെൽപ്പാട്ടാ. അപ്പം ഞാൻ ആദ്യമൊക്കെ ഒന്നും തിരിഞ്ഞ് നോക്കണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്ക ഒന്ന് നന്നാക്കി എടുക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഒക്കെ നന്നാക്കി തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇക്ക വന്ന് സഹായിക്കാനൊക്കെ, ഞാനിക്ക മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഒപ്പം സഹായിക്കാനൊക്കെ നിന്നുട്ടാ. അപ്പോൾ അവിടെ ഓരോന്നൊക്കെ എന്നോട് വർത്താനം പറയുന്നുണ്ട്. ഓരോന്നൊക്കെ എവിടെ ചോദിക്കുകയാണേ. ഒന്നും അറിയൊന്നുമില്ല. ഒക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എൻ്റെ പണികളൊക്കെ ഒതുക്കി ബാത്റൂം കഴുകൽ കഴിഞ്ഞു. പുറമത്തെ എല്ലാ പണിയും കഴിച്ചുട്ടാ. ഇനി കൂട്ടാൻ വയ്ക്കുക വേണ്ട. ചോറ് ഊറ്റലൊക്കെ വേഗം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇക്ക ഇറച്ചി കഴുകിയിരുന്നു. ഇറച്ചി കഴുകിയിരുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കഴുകുക. ഇക്ക അവിടെ വെള്ളം പോണില്ല കേട്ടോ. അവിടെ തടം കെട്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക, മണ്ണ് ഇങ്ങനെ കൂട്ടി നിന്നിട്ട് വെള്ളം അങ്ങോട്ട് പോണേ ഇല്ല, ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാനതൊന്ന് ശരിയാക്കിയിട്ട് പറഞ്ഞിട്ട് ഇക്ക അതൊക്കെ ശരിയാക്കി തരുന്നുണ്ട് കേട്ടോ. വെള്ളം അങ്ങോട്ട് കടന്ന് പോണില്ല. ആകെ എന്താ പറയുക, കെട്ടി നിന്നിട്ട് കൊതൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇക്ക അതൊക്കെ ശരിയാക്കി തരുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ വേസ്റ്റ് കൂടി ഇങ്ങനെ മെല്ലെയല്ലേ വെള്ളം പോണത്, കുറേശ്ശെ എന്തോ അത് ശരിയാക്കിയിട്ടില്ല കേട്ടോ ഇതുവരെയായിട്ടും. ഇനി അത് അധികമാകുമ്പോഴാണ് അതുമ്മക്ക് ശ്രദ്ധിക്കുള്ളൂ. ഇപ്പോൾ കുറേശ്ശെ പോണ കാരണം, ഇപ്പോൾ ഞാൻ ഈ ചെയ്യണ കാരണം ഒക്കെ അതുമ്മക്ക് ശ്രദ്ധിക്കണില്ല. ഇനി ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കണം. അപ്പോഴാണ് ഇനി ശരിയാക്കിയുള്ളൂ കേട്ടോ. അതെല്ലാ കാര്യം അങ്ങനെ തന്നെയാണ്. മുപ്പതാൾ അങ്ങനെ തന്നെ.
അപ്പോൾ ഇനി അതൊക്കെ ശരിയാക്കി കത്തിയൊക്കെ മൂർച്ചയാക്കി ഒക്കെ നന്നാക്കി തരുന്നുണ്ട്. നമ്മൾ നേന്ത്രക്കായൊക്കെ നന്നാക്കി കഷ്ണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂട്ടാൻ. ഇതുപോലെ വെക്കാറുണ്ട് നിങ്ങൾ കായൊക്കെ ഇട്ടിട്ട്? അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂട്ടാൻ. ഞാൻ കൂടുതൽ കായട്ട കഴിച്ചത്. ബീഫ് അധികം ഇഷ്ടമല്ല കഴിക്കാൻ. എനിക്ക് കൂടുതൽ ഇറച്ചി, മറ്റേ കോഴി ഇറച്ചിയാട്ട കൂട്ടുക. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് നമ്മുടെ ചാറുകുടിയൻ മാങ്ങല്ലേ അതിരുന്ന് തിന്നട്ടാ. അപ്പോൾ അതിരുന്ന് കഴിക്കുമ്പോൾ ഈ അവിടെ പോയി ഇരുന്നാ ഇക്ക് മുളകും പൊടി എടുത്ത് തരും മല്ലിപ്പൊടി എടുത്ത് തരുന്നൊന്നും ഇല്ല, അതൊന്നും ഇക്കൊക്കെ എവിടെ ഇരിക്കണമെന്നൊന്നും അറിയില്ല കേട്ടാ. അപ്പോൾ ഞാൻ പറയാം അതേ കൂട്ടാൻ വെച്ച് തരുമ്പോൾ ഞാൻ എന്നെ എല്ലാം എടുത്ത് ചെയ്യണം, അല്ലാണ്ട് ഞാനും കൂടി വരാൻ പാടില്ല എന്നൊക്കെ ഞാൻ ഇരുന്ന് പറയാട്ടാ. അപ്പോൾ ഒക്കെ പറയും എനിക്ക് എവിടെയൊന്നും അറിയില്ല, എനിക്ക് എത്രത്തോണ്ട് ഇടാന്ന് അറിയില്ലോ, എനിക്ക് എടുത്ത് ആട്ടിടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് നീച്ചു. എന്നിട്ട് ഞാൻ ഒപ്പം വെക്കാൻ ഓരോന്ന് പറയുന്നുണ്ടിട്ട് അത് എന്ത് സ്വഭാവം, ഇത് കൂട്ടാൻ വെച്ച് തരുമ്പോൾ ഇതൊക്കെ ചെയ്യണ്ടേന്നൊക്കെ ഞാനിങ്ങനെ പറയുകയാണ്. അപ്പോൾ അളവും കാര്യങ്ങളൊന്നും അറിയില്ല ആൾക്ക്. അപ്പോൾ ക്യാമറയ്ക്ക് ഇങ്ങനെ എത്തിച്ച് വെക്കാനിട്ടാ. അപ്പോൾ അടുക്കളയിൽ അടുപ്പം തറ ചെറുതാണ്, ഒന്ന് ക്യാമറ ഇങ്ങനെ വെക്കുക സെറ്റ് ചെയ്യാനൊന്നും അങ്ങോട്ട് സൗകര്യം കുറവാണ്. അതാണ് ഇപ്പോൾ ഇങ്ങനെ. അപ്പോൾ ഏതാണ്ടൊക്കെ ഇതാ ഞാൻ പറഞ്ഞു ഞാൻ വയ്ക്കാം, ഞാനൊക്കെ ശരിയാക്കാൻ പറഞ്ഞപ്പോൾ ഒക്കെ പറയുക എന്താണക്ക് ഇങ്ങനെ കൈയിട്ട് കുഴച്ചെടുക്കാൻ അറിയില്ല അത്ര, നല്ല എന്താ പറയുക നല്ല മസിലുള്ളവർക്ക് അത്രേ പറ്റുള്ളൂ. അങ്ങനെ ഓരോ കോമഡി പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാട്ടൊക്കെ. അങ്ങനെ ഏതാണ്ടൊക്കെ ശരിയൊക്കെ സെറ്റാക്കി എന്നിട്ട് സോഫയിൽ പോയിട്ട് നമ്മുടെ എന്താ പറയുക വാർത്ത ഇരുന്ന് കാണുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് തീരുമാനമായിട്ടില്ലല്ലോ. വോട്ട് കഴിഞ്ഞിട്ട് എണ്ണൽ കഴിഞ്ഞിട്ട് എന്താ ആരെ ഭരണം ആരെ എന്താ ഒന്നും തീരുമാനമായിട്ടില്ല. അത് ഇരുന്ന് കേൾക്കില്ല കേട്ടോ പണി. കറണ്ട് പോയി കഴിഞ്ഞാൽ ഫോൺ ഓണാക്കും, ഫോൺ ഓണായി കറണ്ട് വന്നു കഴിഞ്ഞാൽ ടി വി ഓണാക്കും. ഇതിങ്ങനെ കേട്ടിരിക്കില്ല എന്നെ പണിയിട്ടാ. ഞാനൊന്നും മൈൻഡ് ചെയ്യില്ല, ആരും പഠിച്ചിട്ട് നമുക്കിപ്പോൾ എന്താ കാര്യം, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാനതൊന്നും ശ്രദ്ധിക്കില്ല. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള ഇരിപ്പാട്ടാ. ഇടയ്ക്ക് ഞാൻ മാങ്ങ തിന്നാൻ ബാക്കി തവണ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിരുന്ന് കഴിക്കട്ടാ. ഇടയ്ക്ക് ഞാൻ എത്തിച്ച് നോക്കണുണ്ട്, മഴക്കാർ ഇങ്ങനെ വരുന്നുണ്ടേ. അപ്പോൾ അതിങ്ങനെ നോക്കുക. അപ്പോൾ ഞാൻ പട്ടിക്കുട്ടികളുടെ അടുത്തേക്ക് ഇന്ന് പോയാലോ എന്ന് നോക്കണേ. അവിടെ പട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പോയി ഒന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞാൻ കുക്കർ ഇതിങ്ങനെ വിസിലടിക്കുന്നുണ്ട്. ഗ്യാസ് വെച്ചെങ്കിൽ ഒരു ഗ്യാസ് കത്തണമില്ല. അത് ഇനിയൊക്കെ പറഞ്ഞു സർവീസ് സെൻറ്ററിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് നേരെയാക്കിയിരുന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഒരു വിസിലൊക്കെ വന്നിങ്ങനെ വിസിലടിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല വേവ് കൂടും. അന്ന് പോത്തിറച്ചി മേടിച്ചിട്ട് നല്ല വേവ് കൂടിയിട്ട് എന്നിട്ട് ഒന്നും കൂടി നോക്കിയിട്ട് പിന്നെയും ഒരു 8 വിസിലടിച്ചു. എന്നിട്ടാട്ടോ അത് വെന്തത്. അതുപോലെ ഇതും കുറേ നേരം ഇങ്ങനെ അടിച്ചോട്ടെ പറഞ്ഞു വെക്കുക. നന്നായി വേവണ്ടേ ബീഫ്, അല്ലെങ്കിൽ പല്ലൊക്കെ നല്ല വേദന ഉണ്ടാവും കേട്ടോ. പിള്ളേർക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി ലാസ്റ്റ് ഉള്ളിന് തൂമിക്കില്ല അന്നത്തെ അതേ വെപ്പന്നെ കേട്ടോ, ഒരു മാറ്റവും ഇല്ല, അതേപോലെയൊക്കെ തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് ഞാൻ പട്ടിക്കുട്ടികളുടെ അടുത്തേക്കൊന്ന് പോയതാട്ടാ. ഇപ്പോൾ തന്നെ കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമാണ്. എന്താ പറയുക, എന്താ പറയാനുള്ള കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഞാൻ ആകാശമൊക്കെ ഒന്ന് എടുത്തപ്പോൾ കണ്ട നല്ല വെയിലുണ്ട്, വെയിൽ വരുന്നുണ്ട്. ഇടയ്ക്ക് ഇതാ മഴക്കാറും വരുന്നുണ്ട്. തുണിയോളം വെച്ചെങ്കിൽ കുറച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കാടെ അടുത്ത് വന്ന് പറയുക പട്ടിക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ പട്ടിക്കുട്ടികളെന്നെ. ഇക്ക പറയുക പട്ടിക്ക് എന്തെങ്കിലും തിന്നാനൊക്കെ കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറയണേ. അപ്പോൾ ഇക്ക പോയി നോക്കാൻ പോകുന്നുണ്ട്. എന്താ ഒരു 8 എണ്ണം ഉണ്ട്, അതിലേക്കൊക്കെ പാല് കൊടുക്കണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ചോറ് നിന്നിട്ട് ലാസ്റ്റ് ബാക്കി ഉണ്ടാവില്ല ചോറ്, അതൊക്കെ കൂട്ടി കുഴച്ച് മീനൊക്കെ കുഴച്ചിട്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയുക കവറിലാക്കിയിട്ട് വെച്ച് കൊടുത്തു. ഇത് പട്ടി വന്ന് കഴിച്ചു വിട്ടാ. കണ്ടില്ലേ എന്തോരം പട്ടികളാണെന്നറിയോ. ഇത് നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കണ്ടില്ലേ ഇതാണ് ഇന്നലെ വൈകുന്നേരമൊക്കെ ഞാൻ വെച്ച് കൊടുത്തതാട്ടാ. ഇത് അതിൻ്റെ അടുത്തേക്ക് പോവുക കുട്ടികളുടെ അടുത്തേക്ക്. അപ്പോൾ ഞാൻ ഞാൻ വിളിച്ചപ്പോൾ വാലാട്ടിയിട്ട് കൊണ്ട് വരുന്നു. അപ്പോൾ അപ്പടി ഒരു വെറ്റില്ലാണ്ട് പട്ടി കഴിച്ചു വിട്ടാൽ. അപ്പോൾ എന്തായാലും അതിനെപ്പറ്റിക്ക് പറയാനൊന്നും അറിയില്ലല്ലോ. നമ്മളൊക്കെ പ്രസവിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ സുരക്ഷ നമുക്ക് പ്രസവ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതൊന്നും പറ്റിക്കില്ല. അപ്പോൾ അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ കൊടുക്കിട്ടാ, നല്ല വൃത്തിയിൽ വെച്ച് കൊടുക്കുക, തോന്നിയ പോലെ ഇട്ട് കൊടുക്കരുത്, ഒരു പാത്രത്തിലോ വല്ല ഇലയിലോ പേപ്പറിലൊക്കെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക എന്നൊക്കെ പറയുക എൻ്റെ അടുത്ത്. അവരുടെ ഒരു ഒരു ജീവുള്ളതല്ലേ, ജീവിയല്ലേ, അങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ 8 എണ്ണത്തിന് പക്ഷേ ഭയങ്കര സാധനം കേട്ടോ. 2 കോഴീനൊക്കെ പിടിച്ചുകൊണ്ടിട്ട് ഇവിടുന്നൊക്കെയാണ് പിടിച്ചുകൊണ്ടുവന്നിട്ട് തിന്നണമൊക്കെ ഉണ്ട്. അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ട്. അതേപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ പട്ടീനെ അങ്ങനെ തന്നെ കേട്ടോ കൊന്നത്, വിഷം വെച്ച് കൊടുത്തത് കോഴീനൊക്കെ പിടിച്ചു കൊടുന്നിട്ടേ.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് എന്താ പട്ടിക്ക് തീറ്റ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴുള്ള ഇന്നത്തെ പരിപാടി ആയിട്ടത്. അത് ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോയാണ് വൈകുന്നേരത്ത്. അപ്പോൾ ഇക്ക പപ്പടം പൊരിക്കുകയാണ്. ചോറ് ഞാൻ വിശന്നിട്ട് വയ്യ എന്നൊക്കെ പറയുക. അപ്പോൾ ഇക്ക ഓരോ പപ്പടം ഇങ്ങനെ പൊള്ളച്ച് വരുമ്പോൾ എന്താ സന്തോഷം വെച്ചിട്ട് ഇക്ക പറയുകയാണ്, ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് എന്നെ പപ്പടം പൊരിക്കാൻ ആരെങ്കിലും വിളിക്കുമോ? ചക്ക മുറിക്കുന്നത് കണ്ടിട്ട് എൻ്റെ ഉമ്മ പറയുക, അവനോട് ഇങ്ങോട്ട് വരാൻ പറയും, ഇവിടെ ഒരു ചക്ക ഉണ്ട് എന്ന് മുറിച്ചേക്കാക്ക്. ചക്ക മുറിക്കാൻ അറിയില്ല കേട്ടോ ഗൈസ്, അറിയേയില്ല. അപ്പോൾ ഉമ്മ പറയാം അവനോട് ഇങ്ങോട്ട് വരാൻ പറയുകയാണേ. അപ്പോൾ എന്നോട് പറയാം, ഇനിയിപ്പോൾ പപ്പടം പൊരിക്കാൻ കണ്ടിട്ട് ആരെങ്കിലും എന്നെ വിളിക്കുകയോ ചോദിക്കുകയാണേ. അപ്പോൾ അങ്ങനെ ഇക്കൊക്കെ വിശന്നിട്ട് വയ്യ. പണ്ടൊക്കെ ചോറിനുണ്ട് കേബേജ് ഉപ്പേരി അങ്ങനെയുള്ള കടുമാങ്ങച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ തുടക്കൽ കഴിഞ്ഞു, എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. മഴ ഇങ്ങനെ നല്ല മഴക്കാറുണ്ട്, കണ്ട മഴ ഇങ്ങനെ ചാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ഇടിയും വെട്ടുന്നുണ്ടായിരുന്നു അല്ലേ, നല്ല ഇടിയൊക്കെ മുഴങ്ങിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളൂ കേട്ടോ. കണ്ട നല്ല മഴക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളോട്ടേക്ക് പറയാൻ ഇഷ്ടമാവുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ. അപ്പോൾ നാളെ നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.